ഇന്ന് 11:45 സുപ്രധാന പ്രഖ്യാപനമെന്ന് നരേന്ദ്രമോദി. സ്വകാര്യ ട്വിറ്റർ അക്കൗണ്ടിൽ നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. സുപ്രധാന പ്രഖ്യാപനം എന്താണെന്ന സൂചനകളൊന്നും ട്വിറ്ററിലില്ല. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതുമായി ഇത്തരത്തിൽ സുപ്രധാന പ്രഖ്യാപനമെന്ന് പറയുമ്പോൾ എന്തു വ്യാഖ്യാനിക്കണം നമ്മൾ? അദ്ദേഹം അസാധാരണമായാണല്ലോ ഇത്തരത്തിൽ ട്വിറ്ററിലൊക്കെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്നത്. രഞ്ജിത്ത്, തീർത്തും അപ്രതീക്ഷിതവും അസാധാരണവും തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം. അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ തന്നെയാണ് ഇന്ന് 11:45-നും 12 മണിക്കുമിടയിൽ താൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നുവെന്ന സന്ദേശം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ താൻ 11:45-നും 12 മണിക്കുമിടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. ഒരു സുപ്രധാനമായ സന്ദേശം നൽകാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ അഭിസംബോധന. ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും തന്റെ അഭിസംബോധന വീക്ഷിക്കണമെന്നാണ് അദ്ദേഹം ഈ ട്വിറ്ററിലൂടെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഇതുപോലൊരു അഭിസംബോധന പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടാണ്. 2016 നവംബർ 8-ാം തീയതി രാത്രിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ അഭിസംബോധന ഉണ്ടായത്. അന്ന് നോട്ട് നിരോധനത്തിനുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. ഇന്ന് ഏത് പ്രഖ്യാപനമാണ് ഈ സുപ്രധാന സന്ദേശമെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രഖ്യാപനമാണ് വരാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം തന്നെ. വലിയ പ്രഖ്യാപനങ്ങൾ, അതും ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് തന്നെ സർക്കാരിനും പ്രധാനമന്ത്രിക്കുമൊക്കെ വിലക്കുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ഈ പ്രഖ്യാപനം എന്നാണ് നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗം ചേർന്നിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട വല്ല തീരുമാനങ്ങളാണോ അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നത്? എന്താണ് ആ പ്രഖ്യാപനം എന്നത് തന്നെയാണ് രാജ്യം കാതോർത്തിരിക്കുന്ന കാര്യം. ജനങ്ങളെ സ്വാധീനിക്കുന്ന മട്ടിൽ, വോട്ടർമാരെ സ്വാധീനിക്കുന്ന മട്ടിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് പെരുമാറ്റച്ചട്ടം വിഘാതമാകുമെന്നതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിസംബോധനയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായുണ്ട്. 11:45-നും 12 മണിക്കുമിടയിലാണ് പ്രധാനമന്ത്രിയോട് ഈ അഭിസംബോധന നടക്കുക. രഞ്ജിത്ത്, പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ട്വിറ്ററിലൂടെയാണ്. എല്ലാവരും ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും മറ്റും അത് കേൾക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ രാജ്യം കാത്തിരിക്കുകയാണ്. എന്താണ് പ്രധാനമന്ത്രിക്ക് പ്രധാനമായും ജനങ്ങളോട് പറയാനുള്ളത് എന്ന കാര്യത്തിൽ? എന്തായാലും വിശദാംശങ്ങൾ ഏതാണ്ട് 10 മിനിറ്റിനകത്ത് തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ 11:45-നും 12-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ 11:38 സമയം. നമുക്കത് കാത്തിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കായി.